വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ സുൽത്താനയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോസ് ഇടാതെ ഇങ്ങനെ വെച്ചിട്ടോ. ഓരോരോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുമാണ് അത് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം കുറേ ദിവസത്തിന് ശേഷം ഞാൻ വരുമ്പോൾ കുറേ ആൾക്കാർ ഞാൻ മറന്നിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പല ആൾക്കാരും നമ്മളെ ഓർമ്മിച്ചിട്ട് വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ. ടോപ്പിക്ക് എന്നതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടെ, നിത്യജീവിതത്തിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ വരാതിരുന്നിട്ടുണ്ടാവില്ല ഈ ഒരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ മറവിയാണ് കേട്ടോ. മറവി എന്ന് മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം പാസ് ആയിരിക്കാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു തീർക്കണമല്ലോ. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ആദ്യം വന്ന് ചെയ്ത് വെച്ചുട്ടോ വീഡിയോ. പക്ഷേ ആ വീഡിയോക്ക് ഒട്ടും തന്നെ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ സൗണ്ടൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാണ്. ഓക്കെ, ഈ മറവി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് മറവി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടിപ്പുകളും അതുപോലെ ട്രിക്കുകളും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ചെറുതാകുമ്പോൾ നമുക്ക് സന്തോഷ് ബ്രഹ്മി പല ആൾക്കാരും വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ ബ്രഹ്മിയുടെ ഇലയൊക്കെ ചവച്ച് അതിൻ്റെ നീരൊക്കെ ഇറക്കാറുണ്ട്, മറവി രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ബുദ്ധിശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ പൈസയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അറിയില്ല. ഈ മറവി എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മളിപ്പോൾ ഒരു പരീക്ഷയൊക്കെ പഠിക്കുകയാണ്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനഃപ്പാടമാക്കണം എന്നുള്ളതാണെങ്കിൽ ആ മനഃപ്പാടമാക്കേണ്ട കാര്യത്തിനെ നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ട്രിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞ മതം അതിനുള്ളിൽ കൂടെ കയറ്റി വരും എന്ന് പറയും. നമ്മൾ പല സൂറത്തുകളും ആയത്തുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്, ദിക്റുകൾ ചെല്ലാറുണ്ട്. ഈ ദിക്റുകളൊക്കെ ചെല്ലണ സമയത്ത് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത് വല്ലാണ്ടാണ് പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ മറവി എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെറുതാകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരമുള്ളതും നമുക്ക് അനുഗ്രഹമുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് മറവി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കത് മറവിയായിട്ട് നമ്മളുടെ ആ ഒരു കാര്യത്തിൻ്റെ ഇടയിലേക്ക് നമ്മുടെയും ആ ഒരു നെഗറ്റീവായ കാര്യത്തിൻ്റെയും കൂടി ഇടയിൽ മറവി എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ പതുക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കത് ഒരു അനുഗ്രഹമാണ്. ആ നെഗറ്റീവ് ചിന്തകൾ മാറിക്കോളും. പോസിറ്റീവ് ചിന്തകൾ അവിടെ ഉണ്ടാകും, പക്ഷേ നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചിന്തകളെ തള്ളി അങ്ങോട്ട് നീക്കി പോകും. അതാണ് വാസ്തവം. അപ്പോൾ മറവി ഇപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുക, വെള്ളപ്പൊക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുക, പെട്ടെന്ന് നമ്മളുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ അയൽക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരണപ്പെടുക, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ അവർക്കൊരു അപകടം സംഭവിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയേണ്ടത്, അവരെക്കാൾ കൂടുതൽ നമ്മൾ ഡൗൺ ആയി പോകും. ആ ഡൗൺ ആയി പോകുന്നതിൻ്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഡൗൺ ആയി പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഉള്ളിലേക്ക് മറവി എന്ന് പറയുന്ന ഒരു സാധനത്തിന് പടച്ചോൻ നമുക്ക് കൊണ്ടു തരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ലോ ആയിട്ട് കിടക്കുന്ന നമ്മളൊക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്നു വരും. അതായത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് വരും എന്നുള്ളത്. എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മറവി വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായി, മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ അന്നത്തെ ദിവസത്തെ ഒരു അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ എത്രത്തോളം പേടിയും, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ആ പേടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയുള്ളൂ. ആ ഒരു ആഘാതം അവരൊരു 10 ദിവസം 20 ദിവസം ആകുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അവരുടെ ഉറ്റവരില്ല, ഉടയവരില്ല, അവരുടെ കയ്യിലുള്ള സാധനങ്ങളില്ല, അവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു സാധനങ്ങളും അവശേഷിപ്പില്ല. സർട്ടിഫിക്കറ്റുകളില്ല, നമ്മളെ വീട്ടിലത്തെ സാധനങ്ങളില്ല, അല്ലെങ്കിൽ അവരുടെ സമ്പത്തുകളില്ല, മക്കളില്ല, ഇങ്ങനെ ഓരോരോ സാധനങ്ങളില്ലാതെ, ഓരോരോ മുതലുകളില്ലാതെ അവരിങ്ങനെ കഷ്ടപ്പെടുമ്പോഴും ഒരു 10, 20, 30 ദിവസങ്ങൾ കഴിയും തോറും അവരതൊന്ന് പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട് അല്ലേ. ആദ്യത്തെ 10 ദിവസത്തെ പോലെയല്ല രണ്ടാമത്തെ 10 ദിവസം, പിന്നെ മൂന്നാമത്തെ 4-മത്തെ ദിവസങ്ങൾ കഴിയുന്തോറും അവരതൊന്ന് പതിയെ റിക്കവർ ആവുന്നുണ്ട്.
അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഒരാളേക്കാരം അവശേഷിച്ചിട്ടുണ്ടാവുള്ളൂ ജീവനോടെ. എന്നാൽ കൂടെ അവർക്ക് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, കാരണം ആ ഒരു ആഘാതം ഉണ്ടായ അന്നത്തെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ, ഇനി എങ്ങനെ ഇവർ റിക്കവർ ആവും ഇതിൽ നിന്ന് എന്ന് ചിന്തിച്ച ആ ഒരു മൊമെന്റ്, ആ ഒരു സംഭവത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ആഘാതത്തിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് അവർ റിക്കവർ ആയിട്ടുണ്ട്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെയാണ് നമുക്ക് മറവി. അപ്പം ഈ മറവി വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പടച്ചോനൊരു അനുഗ്രഹമായിട്ട് നമ്മൾ പടച്ചോനോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് മറവി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കേട്ടോ. അല്ലാണ്ട് പരീക്ഷയ്ക്ക് സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട സമയത്ത് ഒരു കാര്യം ഓർമ്മയില്ലാതെ അത് മറന്നിക്കുകയാണെങ്കിൽ പടച്ചോൻ അനുഗ്രഹമല്ല പറയേണ്ടത്. അപ്പോൾ പടച്ചോനോട് എന്താ പറയേണ്ടത്? നമ്മൾ സാധാരണ പറയുന്നതാ, അതിൻ്റെ റബ്ബേ ചത് മറന്നൽ പോയല്ലോ, നിങ്ങൾ ചത് മറപ്പിച്ച് തന്നല്ലോ, എന്താ നീ കാട്ടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പടച്ചോനോട് ദേഷ്യപ്പെടുകയാണോ ഇനി എന്താ കാട്ടുക എന്ന് നമുക്ക് അറിയില്ലല്ലേ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം എൻ്റെ ചുമയും ശ്വാസതടസ്സവും സൗണ്ട് പ്രശ്നവും കാരണം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെപ്പോഴെങ്കിലും മറന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ ഞാൻ വരും. ഓക്കെ, താങ്ക് യു.